ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് ഉച്ചക്കലത്തെ ഒരു വ്ളോഗാണ് ചെയ്യുന്നത്. ചോറും നമ്മുടെ നാടൻ കറികളും എല്ലാം കൂടിയിട്ടുള്ള ഒരു ഫുഡ് വ്ളോഗാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിന് വ്ളോഗ് എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല, ജസ്റ്റ് കറികളുടെ റെസിപ്പിയും അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കറികൾ: പടവലങ്ങ കറി, അതുപോലെ തന്നെ ചക്ക എലിശ്ശേരി, കോവക്ക ഫ്രൈ. അപ്പോൾ ഇത് നമ്മുടെ പറമ്പിലുണ്ടായിട്ടുള്ള പടവലങ്ങയാണ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുണ്ടായിരുന്നു. ഉപ്പുണ്ടാക്കിയിട്ടുള്ള പടവലങ്ങയാണ്. അപ്പോൾ ഇതിന്ന് പകുതിയാണ് ഞാൻ എടുക്കുന്നുള്ളൂ. അത്യാവശ്യം വലിപ്പമുണ്ട്. അപ്പോൾ ഇത് ഒരു പകുതി മാത്രം എടുത്തിട്ട് അതിൻ്റെ ഉള്ളത്തെ ചോറൊക്കെ കളഞ്ഞ് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിലേക്ക് ഞാനിവിടെ ഒരു 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യമുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇതിൽ മുളക് പൊടി നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഇനി വേണ്ടത് ഒരു തക്കാളിയാണ്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളിയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. കഷ്ണങ്ങളൊക്കെ കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൂടിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ ആവുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ആ ടൈമിൽ നമുക്ക് അടുത്ത കറി റെഡിയാക്കിയെടുക്കാം. ഞാൻ ചക്ക എലിശ്ശേരിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ചക്കയും ചക്കക്കുരും ഒക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മൂത്ത ചക്കയൊന്നുമല്ല, ചെറിയൊരു ഇതുള്ളൂ, അധികം മധുരമൊന്നുമില്ല. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇതുപോലത്തെ ഒരു ചട്ടിയിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു 1/4 ഭാഗം വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. ഇതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ പടവലങ്ങ ഒരു വിസിൽ വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ കോവക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഫസ്റ്റിൽ തന്നെ കണ്ടില്ലേ, കോവക്ക നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് പൊട്ടിച്ചെടുക്കുന്നത് നിങ്ങൾ ഫസ്റ്റിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. ഇത് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇനി വീണ്ടും ഇതിൽ കാണിക്കുന്നില്ല. ഇത് റെഡിയാക്കുന്ന സമയത്ത് മോൾക്ക് വിശക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഓമക്കായാണ്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് അവർക്ക് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റുള്ള ഓമക്കായാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുരു വീണ് മുളച്ചുണ്ടായതാണ്, അല്ലാതെ ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ടായതൊന്നല്ല. നമ്മൾ കഴിച്ചിട്ട് അങ്ങനെ കുരു കളയുമ്പോൾ അതിൽ നിന്ന് മുളച്ചുണ്ടായിട്ടുള്ള ഓമയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഓമക്കായ ഉണ്ടായി പ്രാവശ്യം. അപ്പോൾ ഇനി നമ്മുടെ ചക്ക വെന്തോ നോക്കാം. ഇതാ ചക്ക റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് കുറച്ച് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഇത് മൊത്തം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പേരി വെക്കാനായിട്ട് അത് മാറ്റി വയ്ക്കുകയാണ്. ഇന്നത്തേക്കല്ല, നാളേക്ക് ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് തണുത്ത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ ഇതിന്ന് പകുതി എടുത്തിട്ട് മാറ്റി വയ്ക്കുക. മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ ചക്ക എലിശ്ശേരി എന്ന് പറയുമ്പോൾ അത്യാവശ്യം വെന്തിട്ടുണ്ടാവും. ഇതിങ്ങനെ കുഴഞ്ഞിട്ടുള്ള ഒരു പരിവാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കാം. ഇതിലേക്കും വേണം നമ്മുടെ പടവലങ്ങ കറിയിലേക്കും സെയിം അരപ്പ് തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ തേങ്ങ ഒന്ന് ചിരകിയെടുക്കുകയാണ്. ഞാനിവിടെ ഒരു 1/2 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ജീരകം, ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ഉള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ്. ഇത് ഉള്ളിയും ജീരകമൊക്കെ ചേർത്ത നല്ലൊരു സ്മെല്ലാണ് ഇതിൽ. ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇതാ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ചക്കയും ചക്കക്കുരും ഒക്കെ. ഇനി ഈ അരപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി തിളയ്ക്കൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ചക്ക എലിശ്ശേരിയുടെ ഇത് റെഡിയായി. പിന്നെ നമുക്കൊന്ന് കടുക് വറുക്കുക വേണ്ടുള്ളൂ. അപ്പോൾ നമ്മുടെ പടവലങ്ങ കറിയും റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി തിളയ്ക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് ഇറക്കി വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാനുള്ള പരിപാടികൾ നോക്കാം.
ഇനി ഇത് ജസ്റ്റ് ഒന്ന് പതച്ച് വരെ വേണ്ടുള്ളൂ. ഇനി നമുക്ക് കടുക് വറക്കാനായിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം കടുക് ചേർത്ത് കൊടുക്കുക. ആദ്യം ഞാൻ ചക്കയിലേക്കുള്ള ഇതാണ് വറുത്തെടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വേപ്പിലയും അതുപോലെ തന്നെ ഉണക്കമുളകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ചക്കയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചക്കൽശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മൂടി വെക്കണം കേട്ടോ. അടുത്തത് പടവലങ്ങ കറി ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കാനായിട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം കടുകും കുറച്ച് ഉലുവയും, അതായത് ഒരു 4 മണി ഉലുവ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉലുവയുടെ മണം ഇഷ്ടമില്ലാത്തവർ ഇത് ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെക്കണം. അടച്ച് വെച്ച് കഴിഞ്ഞാൽ ആ സ്മെല്ല്, നല്ലൊരു സ്മെല്ലാണ് ഈ കറിക്ക് ഉണ്ടാവുക. അല്ലെങ്കിൽ ഈ സ്മെല്ലൊക്കെ പോകും കേട്ടോ. അപ്പോൾ എന്ത് കറി നിങ്ങൾ തോമിക്കുകയാണെങ്കിലും കടുക് വറുക്കുകയാണെങ്കിലും ഇതൊന്ന് അടച്ച് വെക്കുകയാണ് വേണ്ടത്. നമ്മുടെ അടിപൊളി പടവലങ്ങ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ, നല്ല അധികം കട്ടിയുമില്ല എന്ന നല്ലൊരു കുറുക്കുള്ളൊരു കറിയാണ്. ഇനി അടുത്തത് നമുക്ക് ചോറ് വെക്കാം. ചോറ് ഞാൻ കുക്കറിൽ തന്നെയാണ് വെക്കുന്നത്. കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ട് വേണം നമ്മൾ കുക്കറിൽ വെക്കാനെന്ന് മാത്രം. എന്നിട്ട് കുക്കർ 3 വിസിലടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സിമ്മിലാക്കി വെക്കുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് ഓഫ് ചെയ്യുക. എന്നിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വാർത്ത് എടുക്കുക. നല്ല സൂപ്പർ ചോറായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ അതാ നമ്മുടെ ഇലയിലാണ് ഇന്ന് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോറൊക്കെ വിളമ്പി എന്നിട്ട് കറി ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ പടവലങ്ങ കറിയും അതുപോലെ ചക്കൽശ്ശേരിയും കോവക്ക ഫ്രൈയും എല്ലാം കൂട്ടിയിട്ട് ഒരു അടിപൊളി സദ്യയാണ് ഇന്ന് കേട്ടോ. നമ്മുടെ നാടൻ കറികൾ കൂട്ടിയിട്ടൊരു സദ്യ. ഓവറായിട്ടുള്ള കറികളും ഇല്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കറി ഇത് വെച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് അടിപൊളി ഊണ് കഴിക്കാം. അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ്. അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ്. ഈ കോവക്ക ഫ്രൈഡ് ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്